തനിക്ക് വധശിക്ഷ തരാൻ കഴിയുമോ എന്ന് കോടതിയോട് യാചിച്ചത് ഒരു അമ്മയാണ്. അതിശയം തോന്നുന്നുണ്ടോ? ഒരു ദുരൂഹ കഥയുടെ തുടക്കമാണ് അവിവാഹിത. നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നു മുതൽ ആരംഭിക്കുന്നത് ഹൃദയത്തെ സ്പർശിക്കുകയും വലിയൊരു ദുരൂഹത ഒളിപ്പിക്കുകയും ചെയ്യുന്ന പുതിയ നോവലായ അവിവാഹിതയാണ്. എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? നമുക്ക് കേട്ടു നോക്കാം അല്ലേ? നിങ്ങൾക്ക് അവസാനമായി കോടതിയെ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? കോടതിയിൽ സന്നിഹിതരായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സ്ത്രീയിലേക്ക് നീണ്ടു. മെലിഞ്ഞുണങ്ങിയ ശരീരം, മുഷിഞ്ഞ വേഷവും ദുഃഖഛായ കലർന്ന മുഖവും. മുഖത്തെ ചുളിവുകൾ തീർത്ത ചാലിലൂടെ കണ്ണിൽ നിന്നും പ്രവഹിക്കുന്ന നേർത്ത കണ്ണുനീർ ധാരയായി താഴേക്കൊഴുകുന്നുണ്ട്. അവർക്ക് കുറ്റബോധം തോന്നുന്നുണ്ടാകും. അതുകൊണ്ടായിരിക്കും അവർ കരയുന്നതെന്ന് എല്ലാവരും കരുതി. അങ്ങനെ ആയിരിക്കുമോ? തൻ്റെ ഒരേ ഒരു മകനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു മാതാവിനോട് ജഡ്ജി വിനോദ് കൃഷ്ണൻ ചോദിച്ച ചോദ്യമാണത്. ആ ചോദ്യം കേട്ടപ്പോൾ അവർ ഒന്ന് ഞെട്ടിയോ? അതോ കുറ്റബോധത്തിൻ്റെ ബാഹ്യപ്രകടനമോ? കോടതിയിൽ സാധാരണ കാണാറുള്ള ഒരു പ്രതിയുടെ ശരീരഭാഷയോ ഭാവപ്രകടനങ്ങളോ ആയിരുന്നില്ല അവർക്ക്. കുറ്റം ചെയ്തതാണെന്ന് ഉറപ്പാണെങ്കിൽ പോലും താൻ നിരപരാധിയാണെന്ന് ഭാവിക്കുന്ന ഭൂരിപക്ഷത്തിനെയാണ് ഇത്രകാലവും കോടതിയിൽ തങ്ങൾ കണ്ടിട്ടുള്ളത്. പ്രതിഭാഗത്തിനു വേണ്ടിയും വാദിഭാഗത്തിനു വേണ്ടിയും ഒക്കെ വാദിക്കുന്ന വക്കീലന്മാർ അപ്പോൾ അങ്ങനെയാണ് ഓർത്തത്. കോടതിയിൽ കണ്ടിട്ടുള്ള പല കേസുകളിലും നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു ആ കൊലപാതക കേസ്. കുറ്റം സമ്മതിച്ചിരിക്കുന്ന പ്രതി കൊല്ലപ്പെട്ടയാളുടെ അമ്മ തന്നെയാണെന്നതാണ് ആ കേസിനെ മറ്റുള്ള എല്ലാത്തിലും നിന്ന് വേർതിരിച്ചു നിർത്തുന്നത്. ഇവർ തന്നെ ആയിരിക്കുമോ അവൻ്റെ അമ്മ? ഒരു അമ്മയ്ക്ക് മകനെ അങ്ങനെ കൊന്നുകളയാൻ തോന്നുമോ? പ്രതികൾ രക്ഷപ്പെടാനായി ഏറ്റവും വിദഗ്ധനായ വക്കീലിനെ ഏർപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ തനിക്ക് വേണ്ടി വാദിക്കാൻ വക്കീൽ വേണ്ട എന്ന് പറയുന്ന ഒരു കൊലക്കേസ് പ്രതിയെ കോടതി തന്നെ ആദ്യമായി കാണുകയാണെന്ന് തോന്നുന്നു. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർക്കല്ലേ വാദിച്ചു ജയിക്കാൻ തന്ത്രശാലിയായ വക്കീലന്മാരുടെ ആവശ്യമുള്ളൂ. ഇത്ര കാലവും പല പേരുകളിലും പേരുദോഷങ്ങളിലും സമൂഹത്തിൽ നിന്നും അപമാനം നേരിട്ട തനിക്കിനി മകൻ്റെ കൊലപാതകി എന്ന ഒരു പേരുകൂടിയാണ് കിട്ടാനുള്ളത്. ആ വിളി കേൾക്കാൻ വേണ്ടി താൻ പുറത്തിറങ്ങാതിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകുമോ? അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വക്കീലിനെ കേസ് ഏൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം എന്നാണ് കോടതി കരുതിയത്. അതുകൊണ്ട് കോടതി അവർക്ക് സൗജന്യ നിയമസഹായം നൽകാൻ ഉത്തരവായി. അതിനുവേണ്ടി അവർ ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു. അത് നിർബന്ധമാണെന്ന് കോടതി പറഞ്ഞതുകൊണ്ട് മാത്രം അവരതിൽ തൻ്റെ വലത് കൈയുടെ തള്ളവിരൽ മഷിയിൽ മുക്കി പതിപ്പിച്ചു. അപ്പോൾ ആ കൈകളുടെ വിറയൽ ഒതുക്കാൻ അവർ പരമാവധി പരിശ്രമിച്ചിരുന്നു. എന്നിട്ടും കോടതിയിലുണ്ടായിരുന്ന മിക്കവർക്കും അത് വ്യക്തമായി മനസ്സിലായി. കാരണം ആ പേപ്പർ അത്രമാത്രം വിറകൊണ്ടിരുന്നു. അതനുസരിച്ച് അവർക്ക് വേണ്ടി ഒരാൾ വാദിക്കുകയും ചെയ്തു. സൗജന്യ നിയമസഹായ വേദിയുടെ പ്രസിദ്ധനായ ഒരു അഡ്വക്കേറ്റാണ് അവർക്ക് വേണ്ടി വാദിക്കാൻ തയ്യാറായത്. അവർ നിരപരാധിയാണെന്ന ഒരു തോന്നൽ
ജഡ്ജിയുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ വിചാരണ വേളയിലെ അവരുടെ വെളിപ്പെടുത്തൽ അവർക്കു വേണ്ടി ഹാജരായ വക്കീലിൻ്റെ ശ്രമങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു. തൻ്റെ മകനെ കൊന്നത് താൻ തന്നെ എന്ന് കോടതി മുമ്പാകെ അവർ സമ്മതിച്ചപ്പോൾ പിന്നെ വക്കീലിന് ഒന്നും ചെയ്യാനില്ലാതെ ആയിപ്പോയി. അതുകൊണ്ട് അദ്ദേഹം പിൻവാങ്ങി. അതിനുശേഷമായിരുന്നു കോടതിയുടെ ആ ചോദ്യം. പ്രതിക്കൂട്ടിൽ ഭാവവ്യത്യാസങ്ങൾ ഏതുമില്ലാതെ ഒരു പ്രതിമയെപ്പോലെ നിന്നിരുന്നു ആ അമ്മ. അവരുടെ മുഖം അതികഠിനമായ എന്തോ തീരുമാനമെടുത്തതിൻ്റേതായ ഭാവങ്ങൾ പ്രകടമാക്കി. കോടതി ചോദിച്ചത് കേൾക്കാത്തതുകൊണ്ടാണോ അവർ മറുപടി പറയാത്തത് എന്ന് അവിടെ കൂടിയിരുന്ന പലർക്കും തോന്നിയെങ്കിലും ജഡ്ജിക്കും കുറച്ചു വക്കീലന്മാർക്കും അങ്ങനെ തോന്നിയില്ല. അവർ അനുഭവിക്കുന്ന മാനസിക വ്യഥയുടെ ഏകദേശ രൂപം കോടതിയിൽ പലർക്കും ഇതിനകം ബോധ്യം വന്നിരുന്നു. കോടതിയുടെ മുൻപാകെ കൈകൂപ്പിക്കൊണ്ട് അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: കൊലക്കുറ്റത്തിന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ വധശിക്ഷയാണോ? അങ്ങനെയെങ്കിൽ കോടതിക്ക് കനിവുണ്ടായി എനിക്ക് വധശിക്ഷ തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുമാത്രമേ എനിക്ക് കോടതിയെ ബോധിപ്പിക്കാനുള്ളൂ. കോടതിയിൽ അല്പസമയത്തേക്ക് പിൻ ഡ്രോപ്പ് സൈലൻസ്. അവരുടെ ആ ആവശ്യം വാദിഭാഗത്തിനു വേണ്ടി ശക്തിയുക്തം വാദിച്ച വക്കീലിനെ പോലും അമ്പരപ്പിച്ചു കളഞ്ഞു. തൻ്റെ വാദം കൺക്ലൂഡ് ചെയ്യുമ്പോൾ പ്രതിക്ക് പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു എന്നത് ശരി. പക്ഷേ അത് സാധാരണ ഒരു കീഴ്വഴക്കം പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. അവർക്ക് തൂക്കുമരം വിധിക്കണമെന്ന് സ്വപ്നത്തിൽ പോലും താൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവർ തന്നെ അത് പറയുമ്പോൾ ഇനി എന്താകും വിധി എന്നോർത്ത് വാദിഭാഗത്തിൻ്റെ പോലും നെഞ്ചിൽ വല്ലാത്ത ഒരു പിടപ്പ്. അവരുടെ അഭ്യർത്ഥന കോടതിയിൽ ബാക്കിയുണ്ടായിരുന്ന അഭിഭാഷക സമൂഹത്തെയും ഒന്നാകെ അമ്പരപ്പിച്ചു കളഞ്ഞു. വെറുതെ വിടണം എന്ന് യാചിക്കുന്ന ആളുകളെ ധാരാളം കണ്ടിട്ടുണ്ട്. ശിക്ഷ പരമാവധി ഇളവ് ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നവരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ വധശിക്ഷ ചോദിച്ചു വാങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളെ അവരാരും അവരുടെ സേവന കാലയളവിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കുമോ അവർക്ക് അമ്പരപ്പുണ്ടായത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വധശിക്ഷ തന്നെ വിധിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? ലളിതമായ ശിക്ഷ വിധിക്കാൻ കഴിയുമോ എന്നല്ലേ ചോദിക്കേണ്ടത്? അല്ലെങ്കിൽ വെറുതെ വിടണം എന്നല്ലേ അഭ്യർത്ഥിക്കേണ്ടത്? ജീവിക്കാൻ ആഗ്രഹമുള്ളവരല്ലേ വെറുതെ വിടണമെന്ന് അഭ്യർത്ഥിക്കുന്നത്? തന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു നിമിഷം പോലും ഭൂമിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ആ ആഗ്രഹം നേരത്തെയും ഉണ്ടായിരുന്നില്ല. ജീവിതം അവസാനിപ്പിക്കാനുള്ള ധൈര്യവും ഇല്ല. അപ്പോൾ പിന്നെ ഏറ്റവും നല്ല കാര്യം ചെയ്ത കുറ്റത്തിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ വാങ്ങുന്നതല്ലേ? എനിക്കിനി മരിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ആ ആവശ്യം ഉന്നയിച്ചത്. വിധി പ്രസ്താവിക്കുന്നതിനായി കേസ് അടുത്ത മാസം 7-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അത്രയും പറഞ്ഞ് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ ജഡ്ജിക്ക് ആ പ്രതിയുടെ കഥ വിശദമായി അറിയണം എന്ന് ആഗ്രഹം തോന്നി. ജഡ്ജി എന്ന നിലയിൽ നേരിട്ട് അവരോട് ചോദിക്കാൻ കഴിയില്ല. അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ വിനോദ് കൃഷ്ണൻ എന്ന തനിക്ക് അത് അന്വേഷിക്കാതിരിക്കാൻ മനുഷ്യത്വം സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അതിനെന്താണൊരു മാർഗം എന്നാലോചിച്ചുകൊണ്ട് അദ്ദേഹം ചേംബറിലേക്ക് പോയി. അതിന് അദ്ദേഹം എന്തെങ്കിലും വഴി കണ്ടെത്താതിരിക്കുമോ?
സാധാരണഗതിയിൽ ഒരു കേസിൻ്റെയും വിചാരണയിൽ പ്രതികളോട് യാതൊരു തരത്തിലുള്ള അടുപ്പമോ അകൽച്ചയോ തോന്നാറില്ല. തീർത്തും നിഷ്പക്ഷമായി ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം അവർ കുറ്റക്കാരാണെന്ന് കാണുന്നുണ്ടെങ്കിൽ അർഹമായ ശിക്ഷ നൽകുക എന്നതാണ് തൻ്റെ കർത്തവ്യം എന്ന് മാത്രമാണ് ജഡ്ജി വിനോദ് കൃഷ്ണൻ വിചാരിക്കുന്നത്. പക്ഷേ ഇന്ന് പ്രതിക്കൂട്ടിൽ നിന്നിരുന്ന ആ സ്ത്രീയോട് എന്തുകൊണ്ടോ ഒരു പ്രത്യേക അടുപ്പം തോന്നുന്നു. അവർ ചോദിച്ചാൽ പോലും തനിക്ക് അവർക്കായി വധശിക്ഷ വിധിക്കാൻ കഴിയില്ല. അതിനു മാത്രമുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അവർ അങ്ങനെ പറയാനുള്ള കാരണമാണ് എത്ര ആലോചിച്ചിട്ടും തനിക്ക് പിടികിട്ടാത്തത്. അതറിയാൻ ഇനി എന്താണൊരു വഴി? നാളിതുവരെ ഒരു കേസിലും പ്രതിയുടെയോ വാദിയുടെയോ ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ അന്വേഷിക്കണമെന്ന് തോന്നിയിട്ടില്ല. അതിൻ്റെ ആവശ്യവുമില്ല എന്നാണ് ഇത്ര കാലവും ഉള്ള ഉത്തമമായ ബോധ്യം. എന്തുകൊണ്ടോ ഈ ഒരു കാര്യത്തിൽ മാത്രം ആ ബോധ്യങ്ങളെല്ലാം മാറ്റിവെച്ച് സത്യമായും എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നറിയാൻ ഒരു ആകാംക്ഷ. എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനമാകാതെ വന്നാൽ വിനോദ് ചെയ്യാറുള്ള മാർഗം കുറച്ചു സമയം കണ്ണടച്ച് ശാന്തമായി ഇരിക്കുക എന്നതാണ്. മനസ്സിനെയും ശരീരത്തിനെയും ശാന്തമാക്കാനും പുതിയ തീരുമാനത്തിലേക്ക് എത്താനും അപ്പോൾ അദ്ദേഹത്തിന് കഴിയാറുണ്ട്. ഇവിടെയും വിനോദ് അത് തന്നെയാണ് ചെയ്തത്. അല്പസമയത്തിന് ശേഷം നവോന്മേഷത്തോടെ കണ്ണു തുറന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ പേരും മുഖവും അന്വേഷണ ഉദ്യോഗസ്ഥനായ സർക്കിൾ ഇൻസ്പെക്ടർ മാത്യു സെബാസ്റ്റ്യൻ്റേതാണ്. താൻ പഠിച്ച കോളേജിൽ അതേ ബാച്ചിൽ തന്നെ പഠിച്ചിരുന്ന ഒരു മാത്യു സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അവനായിരിക്കുമോ ഇന്ന് കോടതിയിൽ അന്വേഷണ വിവരങ്ങൾ സമർപ്പിക്കാനായി വന്ന സർക്കിൾ ഇൻസ്പെക്ടർ? ഒറ്റനോട്ടത്തിൽ സംശയം തോന്നി. പക്ഷേ അവിടെ നിന്ന് ചോദിക്കാൻ കഴിയില്ലല്ലോ. അവനായിരുന്നെങ്കിൽ താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചോദിച്ചറിയാൻ എളുപ്പമുണ്ടായിരുന്നു. താനും മാത്യുവും അന്ന് നല്ല ചങ്ങാതിമാരായിരുന്നു. താൻ മുഴുവൻ സമയവും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും കുറേയൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അതോടൊപ്പം സ്പോർട്സിലും ഗെയിംസിലുമെല്ലാം അവന് വലിയ താല്പര്യവുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും പഠനത്തിൻ്റെ മേഖലയിലും അവൻ ഒട്ടും പിന്നിലല്ലായിരുന്നു. പ്രീ ഡിഗ്രിക്ക് ശേഷം താൻ തനിക്ക് പ്രിയപ്പെട്ട മേഖലയായ നിയമ പഠനത്തിലേക്ക് തിരിഞ്ഞു. മാത്യു ആകട്ടെ അതേ കോളേജിൽ തന്നെ ഡിഗ്രിക്ക് ചേർന്നു. താൻ നിയമ പഠനത്തിൽ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ലോ കോളേജിൽ തന്നെ ആയിരുന്നു ഏതാണ്ട് മുഴുവൻ സമയവും. പഠനം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫ്രീ ആകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പുറത്തിറങ്ങിയപ്പോഴേക്കും എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള താല്പര്യമായി. അതിനുള്ള നെട്ടോട്ടമായിരുന്നു. അവസാനം അച്ഛൻ്റെ സുഹൃത്തായ നല്ലൊരു വക്കീലിൻ്റെ കീഴിൽ പ്രാക്ടീസ് തുടങ്ങി. പിന്നെയും തിരക്ക് തന്നെ. നിയമപുസ്തകങ്ങളിൽ നിന്നും കക്ഷികളെ രക്ഷിക്കാനുള്ള പഴുതുകൾ തിരയുന്ന തിരക്കിലായിരുന്നു അന്നൊക്കെ. പിന്നെ വക്കീലന്മാർ തമ്മിലുള്ള മത്സരങ്ങളിൽ ജയിച്ചു കയറാനും കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. അതിനിടയിൽ പഴയ സൗഹൃദങ്ങളൊക്കെ മനസ്സിൽ നിന്നും പോയി. കൂട്ടത്തിൽ മാത്യു സെബാസ്റ്റ്യനും. ഇന്നിപ്പോൾ തികച്ചും ആകസ്മികമായി ആ പേര് കേട്ടപ്പോൾ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് വന്ന് കയറിയതാണ്. എത്ര മാത്യു സെബാസ്റ്റ്യന്മാർ ലോകത്തിൽ കാണും? താൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ ആകുമെന്ന് ഒരു തീർച്ചയുമില്ല. ചിന്താധീനനായിരിക്കുന്ന ജഡ്ജി വിനോദ് കൃഷ്ണനെ കണ്ടപ്പോൾ കോടതിയിലെ ആമീൻ ശരത്തിന് അത്ഭുതം തോന്നി. സാധാരണ അങ്ങനെ അദ്ദേഹത്തെ കാണാറില്ല. എല്ലായ്പ്പോഴും വളരെ പ്രസന്ന ഭാവത്തിൽ കാണാറുള്ള ജഡ്ജിന്
ഇന്ന് എന്തു പറ്റി കാണും? അവർ തമ്മിൽ സംസാരിക്കാറുള്ളതാണ്. ജഡ്ജിയും ആമീനും കോടതിക്കുള്ളിൽ മാത്രം. പുറത്തേക്ക് വന്നാൽ പിന്നെ അവർ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ശരത്ത് ചോദിച്ചു, സാർ ഇന്ന് എന്തോ കാര്യമായ ആലോചനയിലാണല്ലോ. എന്തുപറ്റി? എന്നോട് പറയാവുന്നതാണോ? രഹസ്യമൊന്നുമില്ല ശരത്തെ. നീ കേട്ടില്ലായിരുന്നോ ആ സ്ത്രീയുടെ അഭ്യർത്ഥന? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഒരാൾ മരണം ചോദിച്ചു വാങ്ങണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാകുമല്ലോ. അതായത് നമ്മൾ അറിയാത്ത എന്തെങ്കിലും കാര്യം തീർച്ചയായും കാണും. പക്ഷേ അത് നമ്മൾ അറിയേണ്ട കാര്യമുണ്ടോ എന്നത് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. സാധാരണ എനിക്കും നീ പറഞ്ഞതുപോലെയാണ്. അങ്ങനെ തോന്നാറില്ല. ഇന്ന് എന്തുകൊണ്ടോ അങ്ങനെ തോന്നി. അവരെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ എന്താ ഒരു വഴി? അത് നമ്മുടെ മാത്യു സാറിനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. സാറ് മിക്കവാറും നാളെയും വരും. ഒന്നുകിൽ അപ്പോൾ ചോദിക്കാം, അതല്ലെങ്കിൽ സാറിനോട് അങ്ങയെ കാണാൻ പറയാം. അങ്ങനെ പറയണമെന്ന് വിനോദിന് തോന്നിയില്ല. ഇത് ഔദ്യോഗികമായ കാര്യമല്ലല്ലോ. അനൗദ്യോഗികമായ കാര്യത്തിനാകുമ്പോൾ വിട്ടുവീഴ്ചകളൊക്കെ ആകാം. അത് വേണ്ട. അവർക്ക് 1000 കൂട്ടം പണി കാണും. അതിനിടയിൽ വിളിച്ചു വരുത്തി അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ 2 കൂട്ടർക്കും ബുദ്ധിമുട്ട് വരാത്ത എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ഞാനും ഒന്ന് ആലോചിച്ചു നോക്കട്ടെ. ഞങ്ങൾ പലപ്പോഴും തമ്മിൽ കാണാറുള്ളതാണ്. ലോഹ്യസ്ഥരുമാണ്. ശരത്ത് അപ്പോഴേ പോയി. അന്ന് രാത്രി സമയം 10 മണി കഴിഞ്ഞു കാണും. കോളിംഗ് ബെല്ല് കേട്ട വിനോദ് പീപ്പിംഗ് ഹോളിലൂടെ പുറത്തേക്ക് നോക്കി. പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ആൾ രൂപം. അത് ആരായിരിക്കും? ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. രാത്രിയിൽ ജഡ്ജിയുടെ വീട്ടിലെത്തിയ അജ്ഞാതൻ ആരായിരിക്കും? ആ സ്ത്രീയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അതിലേക്ക് നമുക്ക് എത്താം അടുത്ത ഭാഗങ്ങളിലൂടെ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് വിടണേ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വിട്ടേരുന്നേ. അവർ കണ്ടില്ലെങ്കിലോ? പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ പറയണ്ടല്ലോ. അറിഞ്ഞു ചെയ്യണേ.